മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കുന്നവർക്കുള്ള ധനസഹായം അനുവദിച്ചു. 107 കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപ വീതം അനുവദിച്ച് സർക്കാർ ഉത്തരവായി ഇരിക്കുകയാണ്. 16 കോടി 50 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുന്നു. ആഷിഖ്, ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു ഏതായാലും ഇത്തരത്തിൽ ധനസഹായം അനുവദിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നതാണ്. ഇപ്പോൾ ഉത്തരവിറങ്ങിയിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെ? 402 കുടുംബങ്ങളെയാണ് സർക്കാർ ഈ ടൗൺഷിപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഈ ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന 107 കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ 15 ലക്ഷം രൂപ അനുവദിച്ച് ഉത്തരവായിട്ടുള്ളത്. ഈ കുടുംബങ്ങൾക്കെല്ലാം സന്നദ്ധ സംഘടനകൾ നിലവിൽ വീട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ സർക്കാരിന് ടൗൺഷിപ്പിലെ വീട് വേണ്ട എന്ന് സമ്മതപത്രം നൽകിയ 107 കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ 16 കോടി 50 ലക്ഷം രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവായിരിക്കുന്നത്. ഓരോ കുടുംബങ്ങൾക്കും 15 ലക്ഷം രൂപ വീതം കിട്ടും. ഇവർക്ക് ഇതേ സമയം തന്നെ സന്നദ്ധ സംഘടനകളെ വീട് സ്വീകരിക്കാനും അനുവാദമുണ്ട്. ഈ സംസ്ഥാന സർക്കാരിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് ഈ ഒരു തുക നൽകിയിരിക്കുന്നത്. എന്തായാലും വലിയ ആശ്വാസമാണ് ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് ഇതേ സമയം തന്നെ ജൂലൈ വരെയുള്ള ദിനപട്ടയും വാടകയും നൽകാനും സർക്കാരിന്റെ ഉത്തരവായിട്ടുണ്ട്. എന്തായാലും വലിയ ആശ്വാസമാണ് ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം. അതേസമയം തന്നെ ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട 402 കുടുംബങ്ങളിൽ 107 കുടുംബങ്ങൾ ലിസ്റ്റിൽ നിന്ന് ഒഴിവാകുമ്പോൾ 300 കുടുംബങ്ങൾ മാത്രമാണ് നിലവിൽ ലിസ്റ്റിലുണ്ടാവുക. അപ്പോൾ കൂടുതൽ കുടുംബങ്ങളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. നേരത്തെ തന്നെ പടകുട്ടിക്കുന്ന റാട്ടപ്പാടി അടക്കമുള്ള പ്രദേശങ്ങളിലെ ആളുകൾ തങ്ങളെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നിവേദനം നൽകിയിരുന്നു. അതിനാൽ തന്നെ ഈ ലിസ്റ്റിൽ നിന്ന് 100ഓളം പേർ ഒഴിവാക്കുമ്പോൾ കൂടുതൽ പേരെ ഉൾപ്പെടുത്താനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. ഏകദേശം 450 വീടുകളാണ് ടൗൺഷിപ്പിൽ സർക്കാർ നിർമ്മിക്കുന്നത്. നിലവിൽ 300 സംഖ്യ തന്നെ കൂടുതൽ പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഈ ഒരു ടൗൺഷിപ്പിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്താനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ കാര്യമാണ്. അത് ഈ മാസം തന്നെ വിതരണം ചെയ്യാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ദുരന്തബാധിതർ ഇത്തരം സന്നദ്ധ സംഘടനയിലേക്ക് പോവുകയും ഇതുവരെ ഉൾപ്പെടാത്ത ദുരന്തബാധിതരെ ഇതിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. ലക്ഷ്മി പത്മ. ആഷിഖ് റഹ്മാൻ വയനാടിൽ നിന്നും.